നമസ്കാരം. സതീശനെ വിമർശിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അത് ഏറ്റുപിടിക്കുന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. കാര്യങ്ങൾ കൃത്യമാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏത് കൊമ്പിനെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത്. നാളിതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിന് വേണ്ടി എടുത്തുപയോഗിച്ചിട്ടില്ലാത്ത അടവുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. നിലവിലെ സാഹചര്യത്തിൽ അധികാര രാഷ്ട്രീയത്തിന്റെ പ്രധാന സമവാക്യങ്ങളായി മാറുകയാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. ഈ രണ്ട് സമുദായ നേതാക്കന്മാരിൽ നിന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കടമകൾ എന്താണ്? സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെക്കാൾ ഇവർ ഇപ്പോൾ താല്പര്യം കാട്ടുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെയും സംസ്ഥാന നേതൃത്വത്തിനെയും നോക്കുകുത്തികളാക്കുന്ന തരത്തിലുള്ളതാണ് ഇവരുടെ പ്രതികരണങ്ങൾ. ഈ രണ്ടു പേരുടെയും ലക്ഷ്യവും വ്യക്തമാണ്. ഇടതു മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക. സതീശനെ ഇവർ ലക്ഷ്യം വെക്കുമ്പോഴും അൾട്ടിമേറ്റ് ടാർഗറ്റ് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യരെന്ന് പറയുന്ന അതേ വെള്ളാപ്പള്ളി തന്നെ മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരും എന്നും പറയുന്നു. മനസ്സിലിരിപ്പ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കോൺഗ്രസിന് അധികാരം കിട്ടില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ പാർട്ടിക്ക് യോഗ്യനായ ഒരു മുഖ്യമന്ത്രിയെ മുൻകൂട്ടി പറയേണ്ട എന്ത് കാര്യമാണ് വെള്ളാപ്പള്ളിക്കുള്ളത്? കുറെ കാലമായി കാണുന്ന ഒരു ട്രെൻഡാണ്. കോൺഗ്രസിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി അങ്ങ് തീരുമാനിക്കുക. ഭാവി കോൺഗ്രസ് മുഖ്യമന്ത്രിയാകാൻ ആരാണ് കൂടുതൽ യോഗ്യൻ എന്നതിനെ പറ്റി വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നതും. ഇലക്ഷൻ അടുത്തിരിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് വിജയിച്ചിട്ടുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതിനെ മറികടക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ വലിയൊരു വെല്ലുവിളി. കോൺഗ്രസിനെ കൊടുക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? അത് ആ പാർട്ടിയുടെ തന്നെ സ്വഭാവ രീതികളാണ്. ഗ്രൂപ്പും കുത്തിത്തിരിപ്പും അടിസ്ഥാന സ്വഭാവമായതിനാൽ ചെറിയൊരു തീപ്പൊരി ഇട്ടുകൊടുത്താൽ മതി. ബാക്കി അവർ തന്നെ വെടിപ്പായി ചെയ്തുകൊള്ളും. 10 കൊല്ലമായി അധികാരമില്ലാതെ നിൽക്കുകയാണ്. ദീർഘകാലമായി നിൽക്കുന്നതിനാൽ തമ്മിൽ തല്ലിന് കുറച്ചൊരു ശമനമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി കാര്യം വരുമ്പോൾ തനി സ്വഭാവം പുറത്തു വരും. കോൺഗ്രസിലെ കാര്യങ്ങൾ നല്ലോണം അറിയാവുന്നവർ തന്നെയാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെ ഇറക്കി ആഭ്യന്തര കലാപത്തിനുള്ള തിരികൊളുത്തുന്നതും. രണ്ട് പ്രബല ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാരിലൂടെ ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ലാക്കാക്കുകയാണ് CPM. ഫലത്തിൽ സംഭവിക്കുന്നതോ സതീശനോടുള്ള കലിപ്പം തീർക്കാൻ കോൺഗ്രസ് പാളയത്തിൽ ഒരു കുത്തിത്തിരിപ്പും ഉണ്ടാക്കാം. ഇനി മറ്റൊരു കാര്യം, ഇടതു മുന്നണി അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് പറയാൻ ഈ രണ്ട് കിങ് മേക്കർമാർക്കും നാവുയർത്താനുള്ള ശക്തി ഉണ്ടോ? പോയി പണി നോക്കാൻ പറയും അവർ. പിന്നെ കോൺഗ്രസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്നവർ ആ പാർട്ടിയിൽ നിരവധിയുണ്ട്. എനിക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് ഇവർക്ക് പരസ്യമായി പറയാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും പറയുമ്പോൾ വേണ്ട എന്ന് പറയേണ്ട കാര്യമുണ്ടോ? പറയുന്നതോ പറയിപ്പിക്കുന്നതോ എന്തുമാകട്ടെ, പക്ഷെ പറയുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്ന കാര്യം എല്ലാവരും ഓർത്താൽ കൊള്ളാം. മൂന്നാമത് ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ കേരളം BJP കൊണ്ടുപോകും എന്ന ഒരു പ്രചാരണവും നിലനിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ച പോലെ തുണയ്ക്കില്ല. പിന്നെ ഭൂരിപക്ഷ വോട്ടാണ് ഇടതുപക്ഷത്തിനുള്ള ഒരു പ്രതീക്ഷ. AK ബാലന്റെ മാറാട് പരാമർശം കൃത്യസമയത്ത് വന്നത് ഒന്നും മുന്നിൽ കാണാതെയല്ല. കോൺഗ്രസ് മുസ്ലിം പാർട്ടിയാണ്. ഈ പരാതി BJP പറയുന്നതാണ്. ഇതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ കേരളത്തിൽ കേൾക്കുന്നത്. മുസ്ലിങ്ങളെയല്ല തങ്ങൾ വിമർശിക്കുന്നത്, സമുദായത്തെ മുൻനിർത്തി വർഗീയത പ്രചരിപ്പിക്കുന്നവരെയാണ്. കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ ജമാഅത്ത് ഇസ്ലാം ആഭ്യന്തര വകുപ്പ് ഭരിക്കും, മാറാട് ആവർത്തിക്കും പറയുന്നത് CPM നേതാവ് AK ബാലനാണ്. പാർട്ടിയുടെ അറിവില്ലാതെ വെറുതെ വല്ലതും പറയുന്ന ആളല്ല അദ്ദേഹം. ഭൂരിപക്ഷ വോട്ടാണ് ലക്ഷ്യം. മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേര് നോക്കിയാൽ മതിയെന്ന മന്ത്രി സജി ചെറിയാന്റെ വിമർശനവും ഉന്നം വയ്ക്കുന്നത് തിരഞ്ഞെടുപ്പിനെ തന്നെയാണ്. വെട്ടിലായിരിക്കുന്നത് ഇവിടെ BJP ആണ്. തങ്ങളുടെ കുത്തക മേഖലയിൽ ഇടതുപക്ഷം കടന്നു കയറിയതിന്റെ അസ്വസ്ഥത BJP നേതാവ് K സുരേന്ദ്രന്റെ വാക്കുകളിലും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സജി ചെറിയാനോടായി 4 ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടിയാണെങ്കിൽ നടക്കില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. വർഗീയത ഇല്ല കേരളത്തിലെന്ന് പൊതുവിൽ പറയുന്നൊക്കെയുണ്ട്. ഇലക്ഷൻ സമയമാകുമ്പോൾ ഈ അവകാശവാദങ്ങളെല്ലാം കെട്ടിപ്പൂട്ടി വെക്കുകയും ചെയ്യും. പിന്നെ പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം വർഗീയതയാണ്. അധികാരത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നു. സമുദായ നേതാക്കന്മാർ രാഷ്ട്രീയക്കാരുടെ ആയുധങ്ങളായി മാറുന്നു. ജനക്ഷേമത്തിനുതകുന്ന പ്രവർത്തികളെ മുൻനിർത്തി നിങ്ങൾ രാഷ്ട്രീയം പറയൂ, സംവാദങ്ങൾ നടത്തൂ. ജനോപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ ഇടതുപക്ഷത്തെ ഉയർത്തിക്കാട്ടാനുമാകും. ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ പ്രതിപക്ഷത്തിനും ജനമധ്യത്തിൽ തുറന്നു കാട്ടാം, പ്രചാരണം നടത്താം. പക്ഷെ ആർക്കും ഇതിലൊന്നുമല്ല താല്പര്യം. വർഗീയ സാമുദായിക
ധ്രുവീകരണം എങ്ങനെ ഭംഗിയായി നടപ്പിലാക്കാം അതിലാണ് എല്ലാവർക്കും താല്പര്യം. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും വെടിപ്പായിട്ടാണ് കുതന്ത്രങ്ങൾ മെനയുന്നതിൽ ഇവർ ശുഷ്കാന്തി കാട്ടുന്നത്. ഭരണം നിലനിർത്തണം, തിരിച്ചു പിടിക്കണം. അധികാര രാഷ്ട്രീയത്തിൽ യുദ്ധങ്ങൾ മുറുകുമ്പോൾ എന്തും ആയുധമാവുകയാണ് ഇവിടെ. ഒന്നേ പറയാനുള്ളൂ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല.